നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം കല്ലോർമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചങ്ങരംകുളം കാഞ്ഞിയൂർ സ്വദേശി കിഴക്കൂട്ട് വളപ്പിൽ സമദിന്റെ മകൻ 24 വയസ്സുള്ള റമീസ് ആണ് മരിച്ചത്. കൂടെ സഞ്ചരിച്ച ഐനിച്ചോട് സ്വദേശി ബക്കറിന്റെ മകൻ 26 വയസ്സുള്ള അൻഷാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ കല്ലോർമ തരിയത്ത് ജുമാ മസ്ജിദിന് സമീപത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റമീസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്ക് ഗുരുതരമായതിനാൽ അൻഷാദിനെ പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച റമീസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ചിറനെല്ലൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപം ടാങ്കർ ലോറിയും ഗുഡ്സ് പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പിക്കപ്പ് ഡ്രൈവർ ചാലക്കുടി മോതിരക്കണ്ണി സ്വദേശി ഇരിങ്ങാൻപിള്ളി വീട്ടിൽ ശേഖരൻ മകൻ 30 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. കേച്ചേരി എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് പ്രാദേശിക തൊഴിൽ മേള കൈകോർക്കാം സംഘടിപ്പിച്ചു. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ബിജു സി ബേബി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിനു, NULM പ്രതിനിധി രഞ്ജിത്ത് അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലെ അഭ്യസ്തവിദ്യരും അല്ലാത്തവർക്കുമായി തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. 30-ൽ പരം സ്ഥാപനങ്ങളിൽ നിന്നായി 200-ലധികം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയത്. ബാങ്കിംഗ്, IT, ടെക്നിക്കൽ, അക്കൗണ്ടിംഗ്, റിസപ്ഷനിസ്റ്റ്, ടെലികോളർ, മാർക്കറ്റിംഗ്, ടൈലറിംഗ്, ക്ലീനിംഗ് തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. പ്രമുഖ കമ്പനികൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ തൊഴിൽമേളയിൽ പങ്കെടുത്തു. അപേക്ഷ പരിഗണിച്ചും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലുമാണ് തൊഴിൽ സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത്. കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് ബ്ലാങ്ങാട് കായൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷയായി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ 40,20,000 രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ് മാഷ്, CPM ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ്, KV ഹക്കീം, CH ജാഫർ, നാസർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിലൂഫർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ നിന്ന് മലയാലപ്പുഴയിലേക്ക് KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് തുടങ്ങി. NK അക്ബർ MLA സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഡിപ്പോയിലേക്ക് അനുവദിച്ച പുതിയ ബസ്സും MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊടുങ്ങല്ലൂർ, വൈറ്റില, ആലപ്പുഴ, അമ്പലപ്പുഴ, ചക്കുളത്തുകാവ്, തിരുവല്ല, പത്തനംതിട്ട വഴിയാണ് ബസ് മലയാലപ്പുഴയിലെത്തുക. രാവിലെ 7:30 ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ബസ് ഉച്ചയ്ക്ക് 2 മലയാലപ്പുഴയിലെത്തും. വൈകിട്ട് 5:30 മലയാലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ 12:45 ഗുരുവായൂരെത്തും. മണ്ണടി ലിങ്ക് സർവീസായാണ് പുതിയ ബസ് ഓടുന്നത്. DTO TK സന്തോഷ്, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ AJ സജിത്ത്, നിഖിൽ രാത്ത്, സേതു മാധവൻ, MR ഷാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ കീഴിലുള്ള പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വെള്ളിത്തിരുത്തി മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ, ഇടവക കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി ഗ്രേസി ജോയ്, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 20-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നേർച്ചയുമുണ്ടായി. 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ധൂപ പ്രാർത്ഥനയും ആശീർവാദവും പൊതുസദ്യയും നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാഘോഷം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ PV രാമൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രാധ, സംസ്കൃതം കൗൺസിൽ സെക്രട്ടറി PS സുജ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശതാഭിഷിക്തനായ PC ഗംഗാധരനെ ജന്മനാട് ആദരിച്ചു.
കാൽ നൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC അംഗം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ്, ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമാണ് PC ഗംഗാധരൻ. മെയിൻ റോഡ് സെന്ററിൽ നടന്ന ആദരചടങ്ങ് മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം ഇവിടെ ഒരുക്കിയതിന് പ്രിയപ്പെട്ട ബാലേന്ദ്രൻ മാഷെ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഗംഗാരേട്ടനോടൊപ്പം എത്രയോ കാലം ഒരുമിച്ച് കോൺഗ്രസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ആളുകളാണ്. ഗ്രാമത്തിൽ രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന PC ഗംഗാധരനെയും വിശിഷ്ടാതിഥികളെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും ഷാളും ഉപഹാരവും നൽകി ആദരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, തൃശൂർ ജില്ലാ മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ലീഗ് നേതാക്കൾ, BJP നേതാവ് KC കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം 2025 കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കടപ്പുറം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. സെപ്റ്റംബർ 20 മുതൽ 28 വരെയാണ് വിവിധ സ്ഥലങ്ങളിലായി കേരളോത്സവം നടക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ ചെസ്, രചനാ മത്സരങ്ങൾ, കലാമത്സരങ്ങൾ, വടംവലി, മെഹന്തി തുടങ്ങിയവ അരങ്ങേറി. ചെസ് മത്സരത്തിൽ ഓഫ് റോഡ് ക്ലബിലെ ആകാശ് വിജയിയായി. വാശിയേറിയ വടംവലി മത്സരത്തിൽ കറുകമാട് കലാസാംസ്കാരിക വേദി 1ാം സ്ഥാനം കരസ്ഥമാക്കി. മെഹന്തി മത്സരത്തിൽ കറുകമാട് കലാസാംസ്കാരിക വേദിയുടെ ഹിബ 1ാം സ്ഥാനം നേടി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി, ശുഭ ജയൻ, മെമ്പർമാരായ സുനിത പ്രസാദ്, TR ഇബ്രാഹിം, മുഹമ്മദ് PA, റാഹില വഹാബ്, സമീറ ഷെരീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. സർക്കാർ വിദ്യാലയങ്ങളിലെ പാഠ്യേതര വിഷയങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. സ്കൂൾ SPC ഹാളിൽ PTA പ്രസിഡന്റ് സാബു ഐനൂരിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നതിനു ശേഷം 1 കോടിയിലധികം രൂപ പഴഞ്ഞി സ്കൂളിന്റെ വികസനത്തിന് മാത്രമായി ചെലവഴിക്കാൻ സാധിച്ചതായി പത്മം വേണുഗോപാൽ ചടങ്ങിൽ പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു എന്നിവർ സംസാരിച്ചു. പോലീസ് മർദ്ദനങ്ങളെ ന്യായീകരിച്ചും പിന്തുണച്ചും തുടരുന്ന ജനവിരുദ്ധ ഇടത് സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര ചുമതല ഒഴിയണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച പെരുമ്പിലാവിൽ പ്രതിഷേധ സംഗമം നടത്തും. വൈകിട്ട് 4:30 നടക്കുന്ന സംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ മണ്ഡലം നേതാക്കൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ MA കമറുദ്ദീൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുന്നംകുളം മാക്കാലിക്കാവ് ക്ഷേത്രത്തിൽ നാദസ്വര സന്ധ്യ സംഘടിപ്പിച്ചു. പുത്തൂർ അർജുന ബ്രദേഴ്സ് ഫാൻസ് അസോസിയേഷന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീ മാക്കാലിക്കാവ് ക്ഷേത്രത്തിൽ നാദശ്രീ രജിത് കുമാറും സംഘവും നയിച്ച അർജുന ബ്രദേഴ്സ് പുത്തൂരിന്റെ നാദസ്വര സന്ധ്യ നടന്നു. കാണികളാൽ സമ്പന്നമായിരുന്നു ക്ഷേത്ര പരിസരം. വാർഷികത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ബ്രദേഴ്സ് ഫാൻസ് അസോസിയേഷൻ ചുറ്റുവിളക്ക് തെളിയിച്ചു. ഭാരവാഹികളായ സജീഷ്, ശ്രീലേഷ്, നവരാഗ്, കൃഷ്ണകുമാർ, കണ്ണൻ, രാജേഷ്, സുന്ദരൻ, അഭിലാഷ്, പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി.
കടവലൂർ കല്ലുംപുറം ക്രിസ്ത്യൻ കോ ഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയം അഗതി മന്ദിരം സന്ദർശിച്ചു. KCCF റിലീഫ് മിഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹാലയം സന്ദർശിച്ചത്. അഗതി മന്ദിരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി റിലീഫ് മിഷന്റെ ധനസഹായം കൺവീനർ ജോസ് വൈദ്യർ, ഡയറക്ടർ ആന്റണിക്ക് നൽകി. പ്രസിഡന്റ് സിജു ചുമ്മാർ, സെക്രട്ടറി റെന്നി ചെറുവത്തൂർ, ട്രഷറർ ബിജു താരുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,320 രൂപ, പവന് 82,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 140 രൂപ. ചരമം: ഗുരുവായൂർ തമ്പുരാൻപടി അതിരിങ്ങൽ പ്രകാശൻ ഭാര്യ ബിന്ദു നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. പാർവതി മകളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.